പൂർണ്ണേന്ദുമുഖിയോടമ്പലത്തിൽ വച്ച് പൂജിച്ച ചന്ദനം ഞാൻ ചോദിച്ചു. കൺമണിയതു കേട്ടു നാണിച്ചു കാൽനഖം കൊണ്ടൊരു വര വരച്ചു. ഇന്നൊരു സംഭവം നടന്നു. ഇന്ന് സംഭവം നടന്നത് തൃപ്രങ്ങോട്ടൂരിൽ ഒരു വിവാഹ ഘോഷയാത്രക്കിടയിൽ പൊട്ടിച്ച അതിഭീകരമായ ഒരു ബോംബിന്റെ സ്ഫോടന ശക്തി കൊണ്ട് 22 ദിവസം പ്രായമുള്ള ഒരു കുട്ടി, ചെറിയ കുഞ്ഞുമോള്, ആ കുട്ടിക്ക് അപസ്മാരബാധയുണ്ടാവുകയും പിന്നെ അനങ്ങുകയും ചെയ്യുന്നില്ല. അവൾ ഇപ്പൊ ആശുപത്രിയിൽ ICU പിന്നെ വെന്റിലേറ്റർ കിടക്കുക. മനുഷ്യനും പുതിയ തലമുറയെ സൃഷ്ടിക്കുവാൻ വേണ്ടിയിട്ട് നടത്തുന്ന ശാരീരിക വീഴ്ചയുടെ സാംസ്കാരികമായ പരിപ്രേക്ഷ്യമാണ് വിവാഹം എന്ന് പറഞ്ഞാൽ അതിന്റെ ലക്ഷ്യം ഒരു കുട്ടിയെ സൃഷ്ടിക്കുക. അപ്പൊ ഒരു കുട്ടിയെ സൃഷ്ടിക്കുവാനുള്ള വിവാഹത്തിൽ മറ്റൊരു കുട്ടിക്ക് മരണമുണ്ടാക്കുന്ന വിധത്തിൽ ആഘോഷങ്ങൾ പോകുന്നു. ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിയിൽ 2-3 സ്ത്രീകൾ നടന്നു പോകുമ്പോ ഇതെങ്ങോട്ടാണ് തൃക്കൺ മഠം എന്ന് ചോദിച്ചപ്പോ എത്ര നേരമായി കാത്തു നിൽക്കുന്നത്, ഇനി എന്തിനാ അങ്ങ് പോകുന്നതെന്ന് പറഞ്ഞ ഒരൊറ്റ പോക്ക് പോയി കളഞ്ഞു. മനസ്സിലായോ? അപ്പോ അങ്ങനെ ആദ്യം തന്നെ വളരെ നല്ലൊരു എനർജി കിട്ടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ഉത്സവത്തോടനുബന്ധിച്ച് ഇവിടെ ആരാധന, പൂജ, പ്രദക്ഷിണം, ചടങ്ങുകൾ, അനുഷ്ഠാനങ്ങൾ, ആചാരങ്ങൾ, അതിനിടയിൽ ചില കലാപരിപാടികൾ, ഇതൊക്കെ നടക്കുന്നതിനിടയിൽ എന്തിനാണ് ഇത്തരത്തിലൊരു പ്രസംഗം എന്ന് നിങ്ങൾക്ക് സ്വാഭാവികമായി തോന്നിയേക്കാം. അത് ആദ്യം തന്നെ സൂചിപ്പിച്ചുകൊണ്ട് എന്റെ പ്രഭാഷണ വിഷയത്തിലേക്ക് കടക്കാം. നമ്മുടെ ക്ഷേത്രങ്ങളെല്ലാം പണ്ടത്തെ പോലെയല്ലല്ലോ, ഗംഭീരമായി വളർന്നല്ലോ. പണ്ട് അന്തിത്തിരി കത്തിക്കാൻ കഴിവില്ലാത്ത, നമ്മുടെ മനുഷ്യന്റെ ഭാഷയിൽ പറഞ്ഞ BPL ലിസ്റ്റിൽപ്പെട്ട കുറെ അമ്പലം ഉണ്ടായിരുന്നു. കാരണം ആളുകളുടെ കയ്യിൽ കാശില്ല, നേർച്ച കുറവ്, പൂജാരിക്ക് കൊടുക്കാൻ കാശില്ല, വിളക്ക് കത്തിക്കാൻ എണ്ണ പോലും ഇല്ലാത്ത ഒരുപാട് അമ്പലങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അങ്ങനെ ഒരു അമ്പലവും നമ്മുടെ നാട്ടിലില്ല. എല്ലാ അമ്പലങ്ങളും ഒരു ചെറിയ ദേവസ്ഥാനം പോലും ഇന്ന് പെരുങ്കളിയാട്ടങ്ങൾ നടത്തുന്ന വിധത്തിൽ ഗംഭീരമായിരിക്കുന്നു. ഉത്സവങ്ങളാവട്ടെ ജനനിബിഡമാണ്, വിവിധ പരിപാടികളാൽ നിബിഡമാണ്. പണ്ട് അമ്പല കമ്മിറ്റി ആലോചിക്കുന്ന പ്രധാനപ്പെട്ട അജണ്ട, കഴിഞ്ഞ പ്രാവശ്യം 5 ട്യൂബ് ലൈറ്റാണ് നമ്മൾ കെട്ടിയത്, ഇപ്രാവശ്യം ഒരു 10 ട്യൂബ് ലൈറ്റ് എങ്കിലും കെട്ടണം എന്നായിരുന്നു പണ്ടൊക്കെ അമ്പല കമ്മിറ്റി ചർച്ച ചെയ്തിരുന്നത്. എന്നാൽ ഇപ്പൊ ട്യൂബ് ലൈറ്റിന്റെ എണ്ണൊന്നും ആരും ചർച്ച ചെയ്യുന്നത് പോലുമില്ല. ഇവിടെ വന്നു നോക്കുമ്പോ ഈ LED ബൾബ് ഏതാണ്ട് ഒരു 10 ലക്ഷം LED ബൾബുകൾ കൊണ്ട് ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട്. എന്തൊരു വെളിച്ചമാണ്, എത്ര മനുഷ്യരാണ്, എന്തൊരു സംഭാവനയാണ്, എന്തൊരു ഘോഷയാത്രയാണ്, എല്ലാം ഗംഭീരമാണ്. നമ്മുടെ ദേവാലയങ്ങളെല്ലാം വളരുന്നു. അതുപോലെ വിദ്യാലയങ്ങളോ പണ്ടത്തെ മാതിരിയാണ്. വിദ്യാലയങ്ങൾ നന്നായിട്ട് വളരുന്നു. നമ്മുടെ കുട്ടികളുടെ പഠനമോ, നമ്മളെ കാലത്ത് 1-ാം ക്ലാസ് 10 കുട്ടി ചേർന്നിട്ടുണ്ടെങ്കിൽ 10-ലെത്തുമ്പോഴേക്ക് 5 എണ്ണം തോറ്റിട്ട് പഠിപ്പ് നിർത്തും. 5 എണ്ണ 10-ലെത്തുക. ആ 10-ലെത്തി 5-ൽ SLC എഴുതിയ 2 എണ്ണം ജയിക്കും, 3 എണ്ണം തോറ്റുപോകും. ആ ജയിച്ചവനാവട്ടെ 600-ൽ 210 മാർക്കാ കിട്ടുക, 35%. അന്ന് 60% മാർക്ക് കിട്ടിയെങ്കിൽ ഫസ്റ്റ് ക്ലാസ് എന്നാ പറയാ. 60% എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കുട്ടികളോട് നോക്കൂ, A+ 90, A 80, B+ 70, 60% എന്ന് പറഞ്ഞാൽ വെറും B മാത്രം കിട്ടുന്ന ഒരു കുട്ടിയും ഇപ്പൊ ഇല്ല. നല്ല പഠനമാണ്, നല്ല അമ്പലമാണ്, നല്ല പ്രാർത്ഥനയാണ്, നല്ല ശ്രീകോവിലാണ്, തിടപ്പള്ളിയാണ്, നടപ്പന്തലാണ്, ഉത്സവമാണ്, ഘോഷയാത്രയാണ്, എല്ലാം ഗംഭീരമാണ്. ഓപ്പറേഷൻ എല്ലാം വിജയിക്കുന്നുണ്ട്, പക്ഷെ രോഗി ബാക്കിയാകുന്നില്ല എന്ന് പറഞ്ഞു. അതുപോലെ എല്ലാം ഗംഭീരമാകുമ്പോൾ ഭക്തിയിലൂടെയും പ്രാർത്ഥനയിലൂടെയും ഉത്സവങ്ങളിലൂടെയും എന്താണ് വളരേണ്ടത്, എന്താണ് ലക്ഷ്യം വെക്കുന്നത്, അത് വളരുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് കൂട്ടമായി പരിശോധിക്കാനാണ്. ഇന്ന് ദുബായിൽ റേഡിയോ ഉണ്ട്, മലയാളികളുടെ റേഡിയോ ഉണ്ട്. ആ ദുബായ് റേഡിയോയിൽ നിന്ന് എന്നെ വിളിച്ചു, 3 മണിക്ക് വിളിച്ചിട്ട് പറഞ്ഞു, കൃത്യം 5:45 ഞങ്ങൾ വിളിക്കും, ഞങ്ങളൊരു ഡിസ്കഷൻ ഉണ്ട്, നിങ്ങളെന്നാ ആ ഡിസ്കഷനിൽ കയറണം ഫോണിലൂടെ. അങ്ങനെ 5:45 എന്നെ വിളിച്ചു. ഡിസ്കഷൻ എന്താ വിഷയം എന്നറിയാവോ? ഇന്നൊരു സംഭവം നടന്നു. ഇന്ന് സംഭവം നടന്നത് തൃപ്രങ്ങോട്ടൂരിൽ ഒരു വിവാഹ ഘോഷയാത്രക്കിടയിൽ
പൊട്ടിച്ച അതിഭീകരമായ ഒരു ബോംബിന്റെ സ്ഫോടന ശക്തി കൊണ്ട് 22 ദിവസം പ്രായമുള്ള ഒരു കുട്ടി, ചെറിയ കുഞ്ഞുമോള്, ആ കുട്ടിക്ക് അപസ്മാരബാധയുണ്ടാവുകയും പിന്നെ അനങ്ങുകയും ചെയ്യുന്നില്ല. അവൾ ഇപ്പൊ ആശുപത്രിയിൽ ICU പിന്നെ വെന്റിലേറ്റർ കിടക്കുക. ഒരു വിവാഹ ഘോഷയാത്ര. വിവാഹം എന്ന് പറയുന്നത് എന്താ? വിവാഹം എന്ന് പറയുന്നത് മൃഗങ്ങളെപ്പോലെ അല്ലാതെ മനുഷ്യനും പുതിയ തലമുറയെ സൃഷ്ടിക്കുവാൻ വേണ്ടിയിട്ട് നടത്തുന്ന ശാരീരിക വേഴ്ചയുടെ സാംസ്കാരികമായ പരിപ്രേക്ഷ്യമാണ് വിവാഹം എന്ന് പറഞ്ഞാൽ. അതിന്റെ ലക്ഷ്യം ഒരു കുട്ടിയെ സൃഷ്ടിക്കുക. അപ്പൊ ഒരു കുട്ടിയെ സൃഷ്ടിക്കുവാനുള്ള വിവാഹത്തിൽ മറ്റൊരു കുട്ടിക്ക് മരണമുണ്ടാക്കുന്ന വിധത്തിൽ ആഘോഷങ്ങൾ പോകുന്നു. തോട്ടടയിൽ ഒരു ആഘോഷത്തിനിടയിൽ പടക്കം പൊട്ടിയിട്ട് ഒരാൾ മരണപ്പെട്ടു അല്ലേ? നമ്മുടെ പുതുവർഷത്തിൽ മദ്യപിക്കുന്നവരുടെ എണ്ണം കൂടിക്കൂടി വരുന്നു അല്ലേ? നമ്മുടെ കുട്ടികൾ പാടുന്ന പാട്ടുകൾ സ്നേഹഗായികേ നിൻ സ്വപ്നവേദിയിൽ ഗാനോത്സവമെന്നു തുടങ്ങും, ആനന്ദ ഗാനോത്സവമെന്നു തുടങ്ങും എന്ന പാട്ടില്ല. കഴിഞ്ഞ ദിവസം അന്തരിച്ചു പോയ നമ്മുടെ പ്രിയപ്പെട്ട ഗായകൻ P. ജയചന്ദ്രന്റെ കല്ലോലിനി വനകല്ലോലിനി നിൻതീരത്തു വിടരും ദുഃഖ പുഷ്പങ്ങളെ താരാട്ടു പാടിയുറക്കൂ ഉറക്കൂ എന്ന പാട്ട് ഒരു ഗാനമേളക്കും പാടുന്നില്ല. പാടുന്ന പാട്ടെല്ലാം കട്ട ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡാ സർബത്ത് എന്നാണ്. ഇല്ലുമിനാട്ടി ഇല്ലുമിനാട്ടി. ഈ പാടുന്ന കുട്ടികളോടെല്ലാം ഞാൻ എന്താ ഇല്ലുമിനാട്ടി എന്ന് ചോദിച്ചപ്പോ ഒരു കുട്ടിക്കും അതിന്റെ അർത്ഥം അറിയില്ല. വാട്ട് ഈസ് ഇല്ലുമിനാട്ടി? നമ്മുടെ പുരാണങ്ങളിൽ കുംഭകർണനും രാവണനൊക്കെ രാക്ഷസന്മാരും അസുരന്മാരും ചോര കുടിക്കുന്നത് കേട്ടിട്ടുണ്ട്. അവരാരും കട്ട ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡാ സർബത്ത് കുടിക്കാറില്ല. പേനാക്കത്തി കൊണ്ട് നമ്മൾ വിദ്യാരംഭം കുറിക്കുന്നത് ഹരിശ്രീ ഗണപതയെ നമഃ. എന്നാൽ ഈ പാട്ടിൽ പറയുന്നു പേന കത്തി കൊണ്ട് വിദ്യാരംഭം കുറിച്ച് ഹരിശ്രീ കുറിച്ചവനെ നിന്നെ പടച്ചവന് 10ൽ 10 മാർക്ക്. ആ പാട്ടുപാടി തുള്ളുന്ന കുട്ടികൾ, കഴിഞ്ഞ ദിവസം +2 കുട്ടികൾ എല്ലാം A+ നേടിയവർ, നന്നായി പഠിച്ചവർ. പൂവച്ചൽ സ്കൂളിൽ, ഈ കേരളത്തിൽ പൂവച്ചൽ സ്കൂളിൽ തമ്മാമ കുത്തി ആശുപത്രിയിലാ. ആലോചിക്കുക. ഇനിയും പറയാം. ഈ കണ്ണൂർ ജില്ലയിൽ 14 സ്കൂളുകളിൽ +1 ഉള്ള ദിവസം +2 ഇല്ല, +2 ഉള്ള ദിവസം +1 ഇല്ലാതെ പൂട്ടിയിടേണ്ടി വന്നു. എന്തുകൊണ്ട്? അവര് തമ്മിൽ അടിക്കുക. മനുഷ്യൻ എന്തിനാ മനുഷ്യനായത്? 2 പട്ടിക്കുട്ടികൾക്ക് ഒരു ഇറച്ചി കഷ്ണം കിട്ടിയാൽ പകുതി മുറിച്ച് നീ എടുത്തോടോ, പകുതി എനിക്ക് തന്നടോ എന്ന് പറയാൻ പകുതി നീ എടുത്തോ എനിക്ക് എന്ന വാക്കുകളൊന്നും അതിനറിയില്ല. അതിനാകെ കഴിയുക സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ്. കയ്യൂക്കുള്ളോൻ കാര്യക്കാരൻ. ആരാണോ അടികൂടുന്നത്, ശക്തിയുള്ളവനാരോ അവൻ അതിജീവിക്കും, ജയിക്കും. അതാണ് സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ്. പട്ടിക്കഥയെ അറിയൂ. എന്ന മനുഷ്യൻ അങ്ങനെയല്ല. നമുക്ക് പങ്കുവെക്കാം. ഒരു കത്തിയെടുത്ത് മുറിക്കാം, നിനക്ക് പകുതി തരാം, ഞാൻ പകുതി എടുക്കാം എന്ന് പറയാൻ, പങ്കുവെക്കാനുള്ള വാക്കുകൾ അത് നിങ്ങളുടേതല്ല. കോടിക്കണക്കിന് വർഷമായി മനുഷ്യ സംസ്കാരം ഉണ്ടാക്കിയെടുത്ത വാക്കുകൾ. ആ വാക്കുകൾ സ്നേഹിക്കാനാണ്, വെറുക്കാനല്ല. കാട്ടാളനായി നടക്കുന്ന ഒരു കാലം. ഭക്ഷ്യോൽപാദനം ആരംഭിച്ചപ്പോഴാണ് മനുഷ്യൻ ഭാഷ കണ്ടുപിടിച്ചത്. ആദ്യം മനുഷ്യൻ കണ്ടുപിടിച്ചത് കുരുവിൻ്റെ അകത്ത് മരമുണ്ടെന്ന സത്യമാണ്. നട്ട മുളക്കുമെന്ന്. നട്ട മുളക്കും. ഈ സത്യം പറയാൻ വേണ്ടിയിട്ടാണ് ഭാഷയുണ്ടായത്. അങ്ങനെ ഭാഷയുണ്ടാവുകയും ആ കുരു നടുകയും നട്ടപ്പോ മുളച്ചു വരുമോ, മുളച്ച പൂക്കുമോ, പൂത്താ കായ്ക്കുമോ എന്നറിയാനായിട്ട് സ്ഥിരവാസം ആരംഭിക്കുകയും ചെയ്തു. സ്ഥിരമായി താമസിച്ചപ്പോ മഴ കൊള്ളാതെ വെയിൽ കൊള്ളാതെ മേൽക്കൂരയുണ്ടാക്കി. ആ മേൽക്കൂരക്കടിയിലെ മണ്ണിലൂടെ വെള്ളം ഒഴുകി വരാതിരിക്കാൻ കിടന്നെടുത്ത് മണ്ണുവാരിക്കുട്ടി തറയുണ്ടാക്കി. ആ തറയ്ക്കുള്ളിലേക്ക് പക്ഷിമൃഗാദികൾ കയറി വരാതിരിക്കാൻ പനയോലകൾ കൊണ്ടും ചളിക്കട്ടകൾ കൊണ്ടും ചുമരുണ്ടാക്കി. അങ്ങനെ വീടുണ്ടായി. ഇവൻ നട്ടത് മുളച്ചു പൂത്ത് കായ്ച്ചപ്പോ അത് പറിച്ചെടുത്ത് പങ്കുവെച്ച് കഴിച്ചപ്പോ സ്നേഹമുണ്ടായി.
ബാക്കിയുള്ളത് ഉണക്കി സൂക്ഷിച്ചപ്പോ സമ്പാദ്യമുണ്ടായി, ഭാവി കാലമുണ്ടായി. അച്ഛനമ്മ, സഹോദരൻ സഹോദരി എന്ന സ്നേഹബന്ധങ്ങൾ ഉണ്ടായപ്പോ, അപ്പൂപ്പനും അമ്മൂമ്മയും മരിച്ചുപോയപ്പോ അവർക്ക് സ്മാരകങ്ങൾ എടുത്തപ്പോ മരിച്ചുപോയൊരു കാലഘട്ടം, പഴയ കാലഘട്ടത്തെ ഓർമ്മകൾ ഉണ്ടായിരിക്കണം. എവിടെ നിന്നോ വന്നു ഞാൻ എന്ന് അന്വേഷിച്ചപ്പോഴാണ് മനുഷ്യൻ എവിടേക്കോ പോണു ഞാൻ എന്ന തിരിച്ചറിവുണ്ടായത്. അങ്ങനെ ഭൂതകാലവും വർത്തമാനകാലവും ഭാവി കാലവും ഉണ്ടായി. പക്ഷേ ഇവന് പറയുന്ന വാക്കുകളെല്ലാം അപ്പൊ തന്നെ ഇല്ലാതാവുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ മൊബൈൽ ഫോണിലും ക്യാമറയിലൊക്കെ പിടിക്കുന്നുണ്ട്. അന്ന് പറയുന്ന വാക്കുകൾ, ശബ്ദത്തിന്റെ ഒരു പ്രശ്നം എന്താ? ഉണ്ടാവുമ്പോൾ തന്നെ ഇല്ലാതാവും. അത് കാലത്തിനപ്പുറത്തേക്ക്, ദേശത്തിനപ്പുറത്തേക്ക് ഈ തന്റെ ആശയങ്ങളെയും സൗന്ദര്യത്തെയും തന്റെ പ്രതീക്ഷകളെയും എത്തിക്കാൻ എന്തുണ്ട് മാർഗമെന്ന് അന്വേഷിച്ച് നടക്കുമ്പോ, ആ കാട്ടാളം നടക്കുമ്പോ ഒരു പക്ഷി ഒരു തൂവലിട്ട് കൊടുത്തു. ഈ തൂവലെടുത്തിട്ട് എന്തിനാവോ ഏതിനാവോ എന്ന് ചിന്തിച്ചു. ഇങ്ങനെ പറഞ്ഞില്ല, കാരണം മലയാളമില്ല, സംസ്കൃതമില്ല, ഹിന്ദിയില്ല. നമ്മളിപ്പോ പറയുന്നുണ്ടല്ലോ, ഈ പറയുന്നത് വൈഖരിയാണ്. ഈ പറയുന്നതിന് വൈഖരി എന്ന് പറയാ. എന്റെ കണ്ഠത്തിൽ നിന്ന് നിങ്ങളുടെ കർണപുടത്തിലേക്ക് എത്തുന്ന ശബ്ദത്തെ വൈഖരി എന്ന് പറയും. വൈഖരിക്ക് മുമ്പ് 3 അവസ്ഥയുണ്ട്: പര, പശ്യന്തി, മധ്യമ. അത് കഴിഞ്ഞിട്ടാ വൈഖരി ഉണ്ടാവുന്നത്. പര എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി ജനിച്ച ഉടനെ കുട്ടിക്ക് വിശക്കുന്നോ എന്നത് വിശക്കുന്നു എന്ന വാക്കിലല്ലല്ലോ ചിന്തിക്കുന്നത്. വിശപ്പ് എന്നത് മനസ്സിൽ തോന്നുന്നത് ഭാഷയില്ലാതെ അത് പരയായിട്ടാണ്. മൂത്രമൊഴിക്കണം എന്ന് തോന്നുന്നത് പരയായിട്ടാണ്. അത് പ്രകടിപ്പിക്കാൻ എന്തുണ്ട് മാർഗം, ആരോട് പറയുമെന്ന് കണ്ടെത്തുമ്പോ പശ്യന്തി. അത് കണ്ടെത്തിയിട്ട് പ്രകടിപ്പിക്കാൻ ഒരു മാർഗം കാണും. ആ മാർഗം ഒന്നിക്കൽ എഴുതിയിട്ട്, അല്ലെ പറഞ്ഞിട്ട്, അല്ലെ ആംഗ്യങ്ങളിലൂടെ കൈമാറി വിളിച്ചിട്ട്, അല്ലെങ്കിൽ കാലുകൊണ്ട് വട്ടം വരച്ചിട്ട്. പണ്ട് പ്രണയം പ്രകടിപ്പിക്കാൻ സ്ത്രീജനങ്ങൾ നിലത്ത് വട്ടം വരക്കും. അമ്പലത്തിൽ പോയി വരുന്ന ഒരു പെണ്ണിനോട് ജയചന്ദ്രൻ ചോദിച്ചൊരു പാട്ട് കേട്ടിട്ടില്ലേ? പൂർണ്ണേന്ദുമുഖിയോടമ്പലത്തിൽ വച്ച് പൂജിച്ച ചന്ദനം ഞാൻ ചോദിച്ചു, കൺമണിയതു കേട്ടു നാണിച്ചു, കാൽനഖം കൊണ്ടൊരു വരച്ചു. നിലത്ത് വട്ടം വരക്കുന്ന കാമുകി ഉണ്ടായിരുന്നു. അതൊരാശയവിനിമയാണ്. അതാണ് മധ്യമം. അതിട്ട് നമ്മൾ പറയുന്നതാണ് വൈഖരി. ഈ വൈഖരിയുടെ കുഴപ്പമില്ല, അപ്പൊ തന്നെ ഇല്ലാതാവും. അതിനെന്ത് പരിഹാരം? അപ്പൊ പക്ഷി പറയുന്നതായി തോന്നും, ഇതെന്തിനാണ് എനിക്ക് തൂവലിക്ക് തന്നത്? പക്ഷി ചിറകടിച്ച് ചിലക്കുമ്പോ ഈ കാട്ടാളന് തോന്നി, നിന്റെ മനസ്സിലുള്ള വികാരങ്ങളും ചിന്തകളും എഴുതി വെക്കാനുള്ള തൂലികയാണ്, മഷിയിൽ മുക്കി എഴുതാനാണ് നിനക്ക് തന്ന തൂവല്. അപ്പൊ മഷി എവിടെ? മഷി അന്വേഷിച്ച് നടക്കുമ്പോ കദളിച്ചെടിയുടെ ഇലകൾ കാറ്റത്തിങ്ങനെ ആടുന്ന കണ്ടിട്ട് എന്നെ കൈമാടി വിളിച്ചതാന്ന് വിചാരിച്ചിട്ട് അടുത്ത് ചെന്നപ്പോ കാറ്റത്തെ ദലമർമരങ്ങളിലൂടെ കദളിച്ചെടി ഇവനോട് മന്ത്രിക്കുന്നതായി തോന്നി. എന്റെ കറുത്ത കായകൾ പിഴിഞ്ഞെടുത്തിട്ട് അതിൽ മുക്കി എഴുതിക്കോ. അങ്ങനെ മഷി കിട്ടി. ഏതിലാ എഴുതണ്ടേ? എഴുതാൻ കടലാസ് വേണ്ടേ? അപ്പോ പൂതണക്ക് എന്ന് പറയുന്ന ഒരു മരമുണ്ട്. പൂതണക്ക്, സംസ്കൃതത്തിൽ അതിന് ഭൂർജവൃക്ഷം എന്നാ പറയാ. ആ പൂതണക്ക് പറഞ്ഞു, പൂതണക്കിന്റെ തൊലി കിഴങ്ങിന്റെ തൊലി പോലെ പലയട്ടി പൊളിച്ചെടുക്കാം. പൂതണക്ക് പറഞ്ഞു, എന്റെ തൊലി പൊളിച്ചിട്ട് ഉണക്കിയിട്ട് അതിൽ എഴുതിക്കോ. ആ പൂതണക്കിന്റെ തൊലിയിലാണ് കാളിദാസൻ അഭിജ്ഞാന ശാകുന്തളവും പിന്നെ രഘുവംശവും കുമാരസംഭവമൊക്കെ എഴുതിയത് പൂതണക്കിന്റെ തൊലിയിൽ. അതിന് ഭൂർജവൃക്ഷത്തിന്റെ തൊലിക്ക് ഭൂർജപത്രം എന്ന് പറയും. അടുത്ത ചോദ്യം, എന്താ എഴുതേണ്ടത്? ഈ ചോദ്യത്തിനെ കുറിച്ച് ONV കുറിപ്പ് എഴുതിയ ഒരു കവിതയുണ്ട്. ചിറകിൽ നിന്നൊരു തൂവലൻ മുന്നിലിട്ടു പോയൊരു പക്ഷി, ഇതു നീ എടുത്തുകൊള്ളുക. കദളിപ്പൂച്ചെടി അതിൻ കായ്മണികൾ നീട്ടി, ഇതിലെഴും ചായമെടുത്തുകൊള്ളുക. ഒരു ഭൂർജ തരുവോതി എൻ സ്നിഗ്ധ ചർമ്മത്തിൻ ചിന്തീതാ നീ എടുത്തുകൊള്ളുക. പറയൂ, ഞാനെന്തേ കുറിച്ചു തരേണ്ടതെന്നറിയാതെ ചോദിച്ചു പോയ നേരം ഉത്തരം കേട്ടു കുറിച്ചു വയ്ക്കൂ ഞങ്ങൾക്കിത്തിരി സ്നേഹത്തിനക്ഷരങ്ങൾ. ഉത്തരം കേട്ടു കുറിച്ചു വയ്ക്കൂ ഞങ്ങൾക്കിത്തിരി സ്നേഹത്തിനക്ഷരങ്ങൾ.